ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2198. ഇന്ന് ജനുവരി മാസം 6-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായുടെ ദിവസവും കൂടിയാണ്. യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനമേറ്റതിൻ്റെ ഓർമ്മ കൂടിയാണ്. ധനഹാപ്പെരുന്നാളാണ്. എങ്ങനെയാണ് ഓരോ മനുഷ്യനും അവനവൻ്റെ ഈ ചെറിയ ജീവിതത്തിനകത്ത് ദൈവബന്ധം നിലനിർത്തേണ്ടത്, ദൈവത്തിൻ്റെ പ്രസാദത്തിൽ ജീവിക്കേണ്ടത്? കുറച്ചേറെ പാടുപെടും. നമുക്ക് നല്ല നിശ്ചയമുണ്ട്, ഒട്ടും എളുപ്പമല്ല. പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതം ഒരു വശത്തുകൂടിയും പിന്നെ ആത്മീയ ജീവിതം മറ്റൊരു വശത്തുകൂടിയേ നീങ്ങുള്ളൂ. അങ്ങനെയും ചില കണ്ടുപിടുത്തങ്ങളിലും ഉറപ്പുകളിലും എത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മീതെ ആവസിക്കുന്നു, പിതാവാം ദൈവത്തിൻ്റെ ശബ്ദമുയരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കുറെ കൂടി യേശുവിനെ അറിഞ്ഞും തിരിച്ചറിഞ്ഞും ആ ഒരു അറിവിലും വെളിച്ചത്തിലും അവനവൻ്റെ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് തിരുത്തിയും പാകപ്പെടുത്തിയും മുമ്പോട്ട് പോവുക. എത്ര കാലമാണ് അവശേഷിച്ചിരിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ? അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. എന്നെ ആരും അതിനെ സഹായിക്കാനും പോകുന്നില്ല. ഞാൻ എപ്പോഴും ഇറങ്ങിച്ചെല്ലുന്ന ഗൂഗിളും എന്നെ അതിന് സഹായിക്കുന്നില്ല. മെഡിക്കൽ സയൻസും നിശബ്ദമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു നിശ്ചയബോധ്യത്തോടുകൂടി കുറെ കൂടി നമുക്ക് ഭേദപ്പെട്ട ഒരു മനുഷ്യനായി മാറാം. ഇവന് ഞാൻ ഇന്ന് പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രിയാണെന്നുകൂടി ഓരോരുത്തർക്കും ആത്മാഭിമാനത്തോടുകൂടി ഒന്ന് ഏറ്റുപറയാൻ പറ്റണ്ടേ? ആ ഒരു തിരിച്ചറിവ് തരുന്ന ഊർജവും പ്രസന്നതയും എത്ര വലുതാണ്. ഞാൻ അനാഥയല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരാളല്ല. ഒരുപക്ഷെ ഭൂമിയിൽ ഒപ്പം നിൽക്കേണ്ട എല്ലാവരും കൈവിട്ടിട്ടുണ്ടാവും, ശരിക്കും കബളിക്കപ്പെട്ടിട്ടുണ്ടാവും, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു യേശു ബോധത്തെയും സാന്നിധ്യത്തെയും കുറെ കൂടി അടുത്തറിയാനും അനുഭവിച്ചറിയാനും എല്ലാം ഒരു നന്നായി ഒന്നുകൂടി ഒന്ന് തുടങ്ങി വെക്കാനൊക്കെ ആയിട്ട് പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ഏതൊരാൾക്കും സാധിക്കേണ്ടതാണ്. അതെ, ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതാവട്ടെ മനുഷ്യരോട് നമ്മൾ പുലർത്തുന്ന സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും കരുണയുടെയും ഒരു പ്രതിഫലനം കൂടിയാണ്. അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.